ബലാത്സംഗ കേസിൽ പിടിയിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ 3 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. പത്തനംതിട്ട AR ക്യാമ്പിലെ ചോദ്യം ചെയ്യലിന് ശേഷം രാഹുലിനെ തിരുവല്ലയിലും പാലക്കാടും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. രാഹുൽ പാലക്കാട് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്തു. മൂന്നാമത്തെ അതിജീവിതയുടെ പരാതിയിലുള്ള കേസിൽ മാവേലിക്കര ജയിലിൽ റിമാൻഡിലായിരുന്ന രാഹുലിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് 3 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടത്. ജയിലിൽ നിന്നിറക്കിയതു മുതൽ രാഹുലിന് നേരെ ഉണ്ടായത് വലിയ പ്രതിഷേധം. പോലീസിന്റെ സുരക്ഷാ വലയത്തിലായിരുന്നു രാഹുൽ കോടതിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവെ കേസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ രേഖകൾ കണ്ടെടുക്കാനുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. സ്ഥിരം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന പ്രതി അതിജീവിതയുടെ നഗ്ന വീഡിയോകൾ പകർത്തിയ ഫോണുകൾ കണ്ടെത്തണമെന്നും വാട്സ്ആപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കണമെന്നും SITയുടെ കസ്റ്റഡി അപേക്ഷയിൽ. രാഹുലിനെതിരെ എടുത്തത് രാഷ്ട്രീയ പ്രേരിതമായ കേസെന്നാണ് പ്രതിഭാഗം വാദം. രാഹുലിന്റെ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമെന്നും വാദിച്ചു. വാദങ്ങൾ അംഗീകരിക്കാതെ കോടതി രാഹുലിനെ 15 വൈകിട്ട് വരെ കസ്റ്റഡിയിൽ വിട്ടു. ജനുവരി 16 കോടതി രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കും. തീർച്ചയായിട്ടും ഫാബ്രിക്കേറ്റഡ് കേസ് തന്നെയാണ്. ഇത് ഫാബ്രിക്കേറ്റഡ് കേസാന്ന് പറയാൻ ഈ അറസ്റ്റിന്റെ ഫോർമാലിറ്റീസും അറസ്റ്റിനെ സംബന്ധിച്ചും ഒക്കെ ഒത്തിരി പ്രശ്നമുണ്ട്. രാഹുലിന്റെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം നാളെ തെളിവെടുപ്പ് നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആലോചന. പാലക്കാട് KPM ഹോട്ടലിലെ 2002 മുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ രാഹുലിന്റെ പേഴ്സണൽ ഫോണുകളിൽ ഒന്ന് കണ്ടെടുത്തു. മീഡിയ 1 പത്തനംതിട്ട.